നമസ്കാരം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. പക്ഷേ സമീപകാല ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടായി. ഈ അടുത്ത ഏതാനും ദിവസങ്ങളായി നമ്മുടെ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളുണ്ട്, ചില വ്യക്തികളുടെ അഭിപ്രായങ്ങളുമുണ്ട്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് മുസ്ലിം കുട്ടികൾക്ക് മതപരമായ പഠനവും അറിവും നേടാനായി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിലൊന്ന് മദ്രസ എന്ന സംവിധാനമാണ്. രണ്ടാമത്തത് പള്ളി ദർസ് എന്ന സംവിധാനമാണ്. അപ്രകാരമുള്ള പല മതപഠന സംവിധാനങ്ങളും ഒരു മുസ്ലിം കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ലഭ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇനി ക്രൈസ്തവരുടെ കാര്യം എടുത്തു നോക്കിയാൽ മതപഠനം നേടാനും മതപരമായ അറിവ് നേടാനും അവർക്കും അവരുടേതായ ചില മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൺഡേ സ്കൂളുകൾ പോലെയുള്ള സംവിധാനങ്ങൾ. ഇപ്രകാരമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിം കുട്ടികൾക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുമൊക്കെ മതപരമായ അറിവ് നേടാനും വിദ്യാഭ്യാസം നേടാനുമുള്ള സാഹചര്യമുണ്ട്. അതുപോലെയുള്ള ഒരു മതപഠന സംവിധാനം ഹൈന്ദവ കുടുംബത്തിലെ കുട്ടികൾക്കും വേണ്ടതല്ലേ എന്നൊരു ചർച്ച ഈ അടുത്ത കാലത്ത് നവമാധ്യമങ്ങളിൽ വരികയുണ്ടായി. സ്വാഭാവികമായിട്ടും സനാതന ധർമ്മമാണ് ഹൈന്ദവ മതത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നെടുന്തൂണ് എന്ന് പറയാം. ഒരുപാട് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന മതമാണ് ഹൈന്ദവ മതം. നമുക്കറിയാം, വേദങ്ങളും പുരാണങ്ങളും രാമായണം, മഹാഭാരതം മുതലായ ഐതിഹ്യങ്ങളുമൊക്കെ. അപ്രകാരം വിപുലമായ സംഭവങ്ങളും ചരിത്രവും പുരാണങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് ഹൈന്ദവ മതം. എന്നാൽ ഹൈന്ദവ മതത്തിൽ ജനിച്ച് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് പൂർണ്ണമായ ഒരു ഹൈന്ദവ സംസ്കാരം ലഭിക്കുന്നുണ്ടോ, മതപരമായ ചില അറിവുകൾ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ മതപരമായ അറിവുകൾ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയതായ ചർച്ചകൾ ഈ അടുത്ത കാലത്ത് ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ സോനാക്ഷി സിൻഹ എന്ന ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് അമിതാഭ് ബച്ചൻ ചോദിച്ചതായ ചില ചോദ്യങ്ങളാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത്. കോൻ ബനേഗ കരോഡ്പതി എന്ന പരിപാടിയിൽ സോനാക്ഷി സിൻഹ എന്ന നടി പങ്കെടുക്കുകയും അവതാരകനായ അമിതാഭ് ബച്ചൻ അവരോട് ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഉണ്ടായി. എന്നാൽ സോനാക്ഷി സിൻഹ എന്ന് പറയുന്ന ഈ സെലിബ്രിറ്റിക്ക് ഹൈന്ദവ മതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളെക്കുറിച്ചോ രാമായണം, മഹാഭാരതം തുടങ്ങിയ ഐതിഹ്യങ്ങളെക്കുറിച്ചോ ഒന്നും കാര്യമായ പിടിപാടൊന്നുമില്ല എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് അവതാരകനായ അമിതാഭ് ബച്ചന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഒരുപാട് ക്ഷുഭിതനായി. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗ്യമായിട്ട് ജീവിച്ചിട്ട് ഒരു സെലിബ്രിറ്റിയായ ഒരു വ്യക്തിക്ക് ഈ ഹൈന്ദവ മതത്തിൻ്റെ പാരമ്പര്യമോ പുരാണങ്ങളോ ഐതിഹ്യങ്ങളോ കഥകളോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് എന്ന തലത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും അദ്ദേഹം ഈ നടിയോട് ക്ഷുഭിതനാകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്രകാരമുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഹൈന്ദവ മതത്തിൽപ്പെട്ട ഈ ഇസ്ലാമിൽപ്പെട്ട കുട്ടികളെപ്പോലെ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ട കുട്ടികളെപ്പോലെ വളർന്നു വരുന്ന പ്രായത്തിൽ ഒരു 5 വയസ്സ് ഒക്കെ പ്രായമാകുന്ന കാലം മുതൽക്ക് മതപരമായ ഒരു അറിവും വിദ്യാഭ്യാസവും ഹൈന്ദവരായ കുട്ടികൾക്കും കൊടുക്കണം. അതിന് മദ്രസകളെപ്പോലെ അല്ലെങ്കിൽ സൺഡേ ക്ലാസ്സുകളെപ്പോലെയുള്ള ഒരു മതപഠന സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ
ഈ മതത്തിൻ്റെ പാരമ്പര്യം, സംസ്കാരം, ഐതിഹ്യങ്ങൾ ഇതൊക്കെ ഈ കുട്ടികളെ പഠിപ്പിച്ച് സംസ്കാര സമ്പന്നരാക്കി ഇവരെ വളർത്തിയെടുക്കുകയും വേണം എന്ന തരത്തിൽ ഒരു ചർച്ച ഉയർന്നു വരികയുണ്ടായി. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യകത എന്താണ്? ഇങ്ങനെ ഒരു ആവശ്യകതമായി ചിലർ മുന്നോട്ട് വരുമ്പോൾ അതിനെ ചിലർ തള്ളിപ്പറയുകയും എതിർക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഇപ്പം നമുക്കറിയാം, നിലവിൽ നമ്മുടെ സംഘപരിവാർ ശക്തികൾ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില മതപഠന ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് RSSൻ്റെ ശാഖകളാണ്. ഈ ശാഖകളിലൂടെ ഇവർ പറഞ്ഞു കൊടുക്കുന്ന ചില അറിവുകളുണ്ട്. എന്നാൽ അവിടെ പഠിപ്പിക്കപ്പെടുന്നത് മതപഠനമാണോ? ഒരിക്കലുമല്ല. അവിടെ പഠിപ്പിക്കുന്നത് മതപരമായ പഠനങ്ങളല്ല, മറിച്ച് എന്താണ്, ഒരു വർഗീയമായ പഠനമാണ് അവിടെ നടത്തുന്നത്. ഇല്ലേ? അതായത് ഹൈന്ദവമതത്തിൻ്റെ ദർശനങ്ങളോ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ പുരാണങ്ങളെക്കുറിച്ചോ ഐതിഹ്യങ്ങളെക്കുറിച്ചോ ഒന്നും ശാഖകളിൽ പഠിപ്പിക്കുന്നില്ല. ശാഖകളിൽ പഠിപ്പിക്കുന്നത് ഈ ഹൈന്ദവരുടെ ശത്രുക്കളെ എങ്ങനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള സിദ്ധാന്തങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാന ഒരു പഠന മാധ്യമം എന്ന് പറയുന്നത് ചില വർഗീയവാദി അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസികൾ, ആചാര്യന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ചില വ്യക്തികളുടെ രചനകളും ഗ്രന്ഥങ്ങളും ഒക്കെയാണ്. ഉദാഹരണത്തിന് ഗോൾവർക്കറിൻ്റെ വിചാരധാര പോലെയുള്ള പുസ്തകങ്ങൾ. ഇപ്രകാരമുള്ള പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് RSSൻ്റെ ശാഖകളിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും വിചാരധാരയിൽ പറയുന്നത് എന്താണ്? ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ ഭാരതത്തിനെ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റണം. അതിന് ഹൈന്ദവ ഇതര ശക്തികളെ, ജനവിഭാഗങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം. പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 പ്രബല ശത്രുക്കളാണ് ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവർക്ക് ഹൈന്ദവ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് സമയം കളയാതെ ഈ 3 ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഹൈന്ദവ സഹോദരന്മാർ നടത്തണം. തുടങ്ങിയ പഠനങ്ങളും വാദങ്ങളുമാണ് ഈ വിചാരധാര പോലെയുള്ള പുസ്തകങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസമാണ് സ്വാഭാവികമായിട്ടും RSSൻ്റെ ശാഖകളിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു കുട്ടി സംസ്കാര സമ്പന്നനായി വളരുമോ, മതപരമായ അറിവ് നേടി വളരുമോ, ഹൈന്ദവ മതത്തിൻ്റെ നല്ല ദർശനങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വളരുമോ? സംശയമാണ്. കാരണം ഹൈന്ദവ മതത്തിനെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ഒരു വർഗീയവാദിയാവുകയോ ഇതര മതവിഭാഗങ്ങൾക്കെതിരെ തിരിയുകയോ ഇതര മതവിഭാഗക്കാരായ വ്യക്തികളെ കൊല്ലാനോ ഉന്മൂലനം ചെയ്യാനോ അവരെ ആക്രമിക്കാനോ സംഘടിതമായി ആക്രമിക്കാനോ ഉള്ള പ്രവർത്തനങ്ങളിൽ ഒരിക്കലും അവർ ഏർപ്പെടുകയില്ല. ഒരു യഥാർത്ഥ ഹൈന്ദവ മതവിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കലും അത് സംഭവിക്കില്ല. അപ്പോൾ ഹൈന്ദവ മതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിലവിൽ ഈ സംഘപരിവാരങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എന്താണ്? ഒരിക്കലും സംസ്കാര സമ്പന്നമായി വളർന്നു വരുന്ന വ്യക്തികൾ, അത് ഏത് മതക്കാരനാകട്ടെ, ഇതര സമൂഹങ്ങളെ, ഇതര മനുഷ്യരെ ഉപദ്രവിക്കുക, കൊല്ലുക, ഉന്മൂലനം ചെയ്യുക മുതലായ ആശയങ്ങളിലേക്ക് ഒരിക്കലും തിരികെയില്ല. അപ്രകാരമുള്ള വികാരവിചാരങ്ങൾ വളർത്താതെ ഈ ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകൾ, വിശ്വാസികളെ എന്ന് ഞാൻ പറയുന്നില്ല, ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരിക്കലും സംഘപരിവാർ ശക്തികൾക്ക് സാധിക്കുകയില്ല. BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അമ്പലം പള്ളി തർക്കം, അതിൻ്റെ പേരിൽ കലഹം, അതിൻ്റെ പേരിൽ ലഹള, അതിൻ്റെ പേരിൽ കുറേ ആളുകൾ കൊല്ലപ്പെടുന്നു, കുറച്ച് ആളുകൾ ബലിദാനികളാകുന്നു. ബലിദാനികളെ കിട്ടാത്ത അവസരത്തിൽ ഈ പാർട്ടിക്കാർ തന്നെ സ്വന്തം ആളുകളെ കൊത്തി മലർത്തി ബലിദാനികൾ ഉണ്ടാക്കുന്നു.
ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നവർക്ക് ഒരിക്കലും ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ഏതിനോട്? ഹൈന്ദവ വിദ്യാർത്ഥികൾക്ക് ഹൈന്ദവ മതത്തിൻ്റെ യഥാർത്ഥ അന്തസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്ന കാര്യത്തിനോട് ഇവർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം ചിത്രശക്തികൾ ഉള്ളിടത്തോളം കാലം മദ്രസ പോലെ, സൺഡേ സ്കൂളുകൾ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഹൈന്ദവ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവരായ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മതപരമായ നല്ല അറിവുകൾ, മതത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത, സംസ്കാരം അത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ തുടങ്ങി അതിൽ കുട്ടികളെ പഠിപ്പിക്കുന്നൊരു സംവിധാനം ഒരിക്കലും നമ്മുടെ രാജ്യത്ത് വരില്ല. അതിന് ഈ പിന്തിരിപ്പന്മാരായ ഫാസിസ്റ്റുകളായ വർഗീയവാദികളായിട്ടുള്ള സംഘപരിവാർ ശക്തികൾ ഒരിക്കലും അതിനെ അനുവദിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്.